ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ എളുപ്പമുള്ള വളരെ ചെറിയൊരു കൺസെപ്റ്റ് ആണ്. നോക്കിയടാ, റിയൽ ലൈൻ എന്താണെന്നും അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്, എപ്സിലോൺ നെയ്ബർഹുഡ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് റിയൽ ലൈൻ എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന കാര്യം തന്നെയാണ്. എന്താണ് റിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ, റിയൽ നമ്പേഴ്സിനെ ഒരു ലൈനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും അല്ലെ. ഒരു ഏറ്റവും സെന്ററിൽ 0 വരും, റൈറ്റിലോട്ട് പോസിറ്റീവ് നമ്പേഴ്സും ലെഫ്റ്റിലോട്ട് നെഗറ്റീവ് നമ്പേഴ്സും, എന്നിട്ട് റൈറ്റിലോട്ട് ഇൻക്രീസിങ് ഓർഡറിൽ വരുന്ന രീതിയിൽ നമ്മൾ റിയൽ നമ്പേഴ്സിനെ അലൈൻ ചെയ്തിട്ട് നമുക്കൊരു റിയൽ ലൈൻ വരയ്ക്കാൻ അറിയാം. ഇത് തന്നെയാണ് റിയൽ ലൈൻ എന്ന് പറയുന്നത്. ആ റിയൽ ലൈനിന്റെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് a മൈനസ് ബി ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് -2നും 3യും തമ്മിലുള്ള ഡിസ്റ്റൻസ് വേണം. നോക്കിയടാ, ഡിസ്റ്റൻസ് ആരൊക്കെ തമ്മിൽ, -2ഉം 3യും തമ്മിലുള്ള ഡിസ്റ്റൻസ് വേണമെന്ന് വിചാരിക്കുക. എന്താ ഇക്വേഷൻ? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് a മൈനസ് ബി, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -2 -3. അതിന്റെ ആൻസർ എന്താണ്? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -2 -3 എന്ന് പറയുന്നത് -5 ആണ്. ദാറ്റ് ഈസ് 5 അല്ലേ ഡിസ്റ്റൻസ് വരിക. നോക്കിയടാ, 1 2 3 4 5 കണ്ടോ. അപ്പൊ -2 മുതൽ 3 വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ അത് റിയൽ ലൈനിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് a മൈനസ് ബി ചെയ്താൽ മതി. ഇനി നമ്മൾ നോക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ്, എന്താണ് എപ്സിലോൺ നെയ്ബർഹുഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. എ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറും എപ്സിലോൺ ഒരു പോസിറ്റീവ് നമ്പറും ആണെന്ന് വിചാരിക്കുക. എ ബിലോങ്സ് ടു ആർ ആൻഡ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. then the epsilon neighborhood of a is the set v epsilon of a. and notation നോക്കാം, v epsilon of a is a set of all x belongs to R such that absolute value of x minus a less than epsilon. Absolute value of x minus a less than epsilon ആകുന്ന എക്സുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എപ്സിലോൺ നെയ്ബർഹുഡ് എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ലെസ് ദാൻ സി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? -c ലെസ് ദാൻ എ ലെസ് ദാൻ സി എന്ന് എഴുതാം. അപ്പൊ അതേ രീതിയിൽ ഇവിടെ -epsilon ലെസ് ദാൻ എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതി. ഈ -a പോവാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് +a കൊണ്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ +a -epsilon +a, അതിന് നമുക്ക് a മൈനസ് എപ്സിലോൺ എന്ന് വിളിക്കാം. a മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ a പ്ലസ് എപ്സിലോൺ. അപ്പൊ നമുക്ക് അതിനെ ഒരു റിയൽ ലൈനിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നടുക്കൊരു a ഉണ്ടെന്നുണ്ടെങ്കിൽ a മൈനസ് എപ്സിലോൺ കുറച്ച് ഇപ്പുറത്തോട്ട് മാറി വരും. കാരണം എപ്സിലോൺ ഒരു പോസിറ്റീവ് നമ്പർ ആണ്. അപ്പൊ a മൈനസ് എപ്സിലോൺ എന്ന് പറയുമ്പോൾ എനെ കുറച്ചുകൂടി പിറകിലോട്ട് വരും. a പ്ലസ് എപ്സിലോൺ എന്ന് പറയുമ്പോൾ, അതായത് ഇത് എപ്സിലോൺ ഡിസ്റ്റൻസ് കുറയുന്നു, ഇത് എപ്സിലോൺ ഡിസ്റ്റൻസ് മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇത് a മൈനസ് എപ്സിലോൺ, ഇത് a പ്ലസ് എപ്സിലോൺ അല്ലെ. അപ്പൊ ഇതിനിടയ്ക്കാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന എക്സ് വരുന്നത്. എന്ന് വെച്ചാൽ ഇത്രയും റീജിയൻ a മൈനസ് എപ്സിലോൺ മുതൽ a പ്ലസ് എപ്സിലോൺ വരെയുള്ള ഓപ്പൺ ഇന്റർവൽ ആണ് ശരിക്കും എന്താ? എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് a എന്ന് വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ വരണം. വി എപ്സിലോൺ ഓഫ് a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ രണ്ട് കാര്യങ്ങൾ വരണം. ഒന്ന്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ ആണെന്നും വരണം. രണ്ട്, ഈ ഒരു ചിത്രം മനസ്സിൽ വരണം. ഒരു റിയൽ ലൈനിന്റെ നടുക്ക് നിങ്ങൾ a കൊടുക്കുന്നു, അതിൽ നിന്ന് എപ്സിലോൺ ഡിസ്റ്റൻസ് പിറകിലേക്ക് a മൈനസ് എപ്സിലോൺ, അതിൽ നിന്ന് എപ്സിലോൺ ഡിസ്റ്റൻസ് മുന്നിലേക്ക് a പ്ലസ് എപ്സിലോൺ. ഇതിനിടയിൽ വരുന്ന റീജിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് a എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മളൊരു തിയറം കൂടിയാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ് a ബിലോങ്സ് ടു r. a എന്ന് പറയുന്നത് r ഉണ്ടെന്ന് വിചാരിക്കുക. ഇഫ് x ബിലോങ്സ് ടു ദി നെയ്ബർഹുഡ് v എപ്സിലോൺ ഓഫ് a ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, then x ഈക്വൽ ടു a. അതായത് x എന്ന് പറയുന്നത് ഏത് എപ്സിലോൺ നെയ്ബർഹുഡ് എടുത്താലും, ഏത് പോസിറ്റീവ് നമ്പർ എപ്സിലോൺ എടുത്താലും, അപ്പൊ എപ്സിലോൺ എന്ന് പറയുന്ന പോസിറ്റീവ് നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സ്മോളസ്റ്റ് പോസിറ്റീവ് നമ്പർ എന്ന് വിചാരിക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ എപ്സിലോൺ എന്ന് പറഞ്ഞ് എടുക്കുന്നത് ഏത് പോസിറ്റീവ് നമ്പർ വേണമെങ്കിലും ആവാം, പക്ഷെ അതിൽ ഏറ്റവും ചെറിയ പോസിറ്റീവ് നമ്പർ എന്നുള്ളൊരു രീതിക്ക് നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുന്നത്. വി എപ്സിലോൺ ഓഫ് എ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. നമ്മളിപ്പോ ഒരു ചിത്രം വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ, നോക്കിയാൽ ഒരു ചിത്രം വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നടുക്ക് a വരും. ഓക്കെ, നടുക്കെന്ന് പറയുന്നത് a വരും, a മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് ഇവിടെ വരും, a പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് ഇവിടെ വരും. അപ്പൊ ഇതിനകത്ത് x ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എപ്സിലോണിനെ ചെറുതാക്കി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. a മൈനസ് എപ്സിലോൺ ഇതാണ്, a പ്ലസ് എപ്സിലോൺ ഇതാണ്. അപ്പോഴവർ പറയുന്നത് ഏത് എപ്സിലോൺ എടുത്താലും x അതിനകത്ത് വരുന്നതാണ്.
അപ്പൊ ഈ ഇന്റർവെലിനകത്തും എക്സ് വരും. ഞാൻ പിന്നെയും ചെറുതാക്കി, ഇവിടെ എ മൈനസ് എപ്സിലോൺ, ഇവിടെ എ പ്ലസ് എപ്സിലോൺ, അപ്പൊ ഇതിനകത്തും എക്സ് വരും. പിന്നെയും ചെറുതാക്കി, പിന്നെയും ചെറുതാക്കി, പിന്നെയും ചെറുതാക്കി. അപ്പൊ പറഞ്ഞു വരുന്നത് ലാസ്റ്റ് എക്സ് എന്ന് പറയുന്നത് എ തന്നെ ആയിരിക്കും എന്നാണ്. കാരണം ഇങ്ങനത്തെ ഏത് ഇന്റർവെൽ എടുത്താലും എക്സ് അതിനകത്ത് കാണുമെങ്കിൽ അത് എ തന്നെ ആയിരിക്കും എന്നാണ്. അപ്പൊ നമുക്ക് കാണുമ്പോൾ നമുക്കത് മനസ്സിലായി. അപ്പൊ ഇനി നമുക്കത് പ്രൂവ് ചെയ്യണം. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ നോക്കിയടാ, എക്സ് ബിലോങ്സ് ടു വി എപ്സിലോൺ ഓഫ് എ ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. എന്താണ് ഈ ചിഹ്നം വായിക്കുന്നത്? ഫോർ ഓൾ എല്ലാത്തിനും ഫോർ ഓൾ എന്നാണ് ഈ ഒരു സിമ്പൽ വായിക്കുന്നുണ്ടോ? ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചാൽ ഫോർ ഓൾ എന്നാണ് വായിക്കുന്നത്. വേണമെങ്കിൽ അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഇതെന്താണ്? ഫോർ ഓൾ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എക്സ് ബിലോങ്സ് ടു വി എപ്സിലോൺ ഓഫ് എ ഫോർ ഓൾ എപ്സിലോൺ. വി എപ്സിലോൺ ഓഫ് എയിൽ എക്സ് ഉണ്ടെങ്കിൽ നമുക്കറിയാം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാം, ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു തിയറം യൂസ് ചെയ്യും. ഓക്കെയാണ്, അത് മുന്നേ നമുക്കുള്ളൊരു ടെക്സ്റ്റിലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ആൻസർ എഴുതുമ്പോൾ ഈ ഒരു തിയറം കൂടി നമ്മൾ അവിടെ സ്റ്റേറ്റ് ചെയ്യണം. എ ഒരു റിയൽ നമ്പർ ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്കറിയാം 0 ിനേക്കാൾ വലുതാണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് എ, അത് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണ് കിട്ടിയത്. വിച്ച് ഇംപ്ലൈസ് നമുക്ക് ഈ തിയറം വെച്ചിട്ട് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് ഈ അകത്ത് കിടക്കുന്ന സാധനം 0 ആണെന്ന് പറയാം. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് എ എന്ത് കിട്ടി? 0 കിട്ടി ഈ ഒരു തിയറത്തിൽ നിന്ന്, ഫ്രം തിയറം 2.19. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ടെക്സ്റ്റിൽ ആൻസർ എഴുതുമ്പോൾ ഈ ഒരു തിയറം നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് എ ഈക്വൽ ടു 0 വന്നാൽ എനിക്ക് പറയാം എക്സ് മൈനസ് എ ഈക്വൽ ടു 0 ആണ്. വിച്ച് ഇംപ്ലൈസ് എനിക്ക് എന്ത് പറയാം? എക്സ് ഈക്വൽ ടു എ ആണെന്ന് പറയാം. സോ എക്സ് ഈക്വൽ ടു എ ആണെന്നായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ റിയൽ ലൈൻ എന്താണെന്നും എപ്സിലോൺ നെയ്ബർഹുഡ് എന്താണെന്നും, എപ്സിലോൺ നെയ്ബർഹുഡിനകത്ത് ഏത് എപ്സിലോൺ എടുത്താലും എക്സ് എപ്സിലോൺ നെയ്ബർഹുഡിനകത്ത് ഉണ്ടെങ്കിൽ അത് എയോട് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്ന തിയറവും നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഈ നമ്മളിപ്പോ പഠിച്ചിട്ടില്ലാത്ത നമ്മളിപ്പോ സ്റ്റേറ്റ് ചെയ്ത തിയറം 2.1 നമ്മൾ പലയിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ തിയറം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ബാക്കി ക്ലാസ്സുകൾ നമ്മൾ ബാക്കി ടോപ്പിക്കൽ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.